നമ്മൾ നിന്നെ എടുക്കണില്ല ഫണ്ണുകൾ. ഇതാണ് നമ്മുടെ സാമ്പിള്. ഫസ്റ്റ് നമ്മൾ 50 ml ഈ സാമ്പിൾ എടുക്കാൻ വേണ്ടത്. അത് നമ്മൾ ഇതിലാണ് 50 ml എടുത്തത്. എന്നിട്ട് അത് നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ആ സാമ്പിളിലേക്ക് 2 ml ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ 2 ml നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് ഹൈഡ്രോക്സിലമൈനാണ്. അത് 1 ml ആണ് ഒഴിക്കേണ്ടത്. ഇതിൻ്റെ 1 ml പറ്റില്ലല്ലോ. സോ 1 ml ഹൈഡ്രോക്സിലമൈൻ സൊല്യൂഷൻ നമ്മൾ നേരത്തെ ആ സാമ്പിളിലേക്ക് ഒഴിച്ചു. ഇത് നമ്മൾ ചൂടാക്കണം. ഇതെന്താണ് പറ്റിയത്? നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്പിള് ഇതുപോലത്തെ ഒരു ബീക്കറിൽ ഒഴിക്കുക. ഇതുപോലൊരു സാമ്പിള് ഇവിടെയുണ്ട്. ഇത് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ചെയ്താണ്. നമ്മൾ സാമ്പിളിൽ ചെയ്തു. ഇത് ഡിസ്റ്റിൽഡ് വാട്ടറിൽ ചെയ്തിട്ടാണ്. അടുത്ത പ്രൊസീജിയർ എന്തായിരുന്നു? ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടത്? വോളിയം റെഡ്യൂസ് ചെയ്യണ്ടേ? അതിന് എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ബീക്കർ എടുത്തില്ലേ നോക്കി, ഇതേപോലത്തെ ഒരു ബീക്കർ എടുക്കുക. നമുക്ക് ആവശ്യം എന്താ? 1/3 ആയി കുറയ്ക്കണം. അതായത് 50 ml 15 to 20 ml. ഇതിന് മേലും പോകണ്ട, തന്നെ താഴെ പോകാൻ പാടില്ല. ആ ഒരു രീതിയിൽ നമ്മൾ തിളപ്പിക്കണം. ബോയിൽ ചെയ്ത് ആ ലെവലാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് ഹീറ്റ് ചെയ്യാനുള്ളൊരു എക്യുപ്മെൻറ്റ്. ഇതിനകത്ത് വേറെ അവിടെ സ്വിച്ചുകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡയറക്റ്റ് ഒരു മെയിൻ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ നോബ് ഉണ്ടോ? ഈ നോബ് തിരിച്ച് 100ലേക്ക് ഇടാം. അവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വയ്ക്കുക കാണാൻ പാകത്തിന്. ഉണ്ടോ? 2 പേരൂടെ വയ്ക്കുക. നിങ്ങളുടെ ബാച്ചിൽ ആരെങ്കിലും 2 പേരോടെ നിൽക്കുക. ബോയിൽ റെഡ്യൂസ് അങ്ങനെ നോക്കിക്കുക. ബോയിലോ കുറച്ച് ചെയ്യുമ്പോൾ ബോയിലായിട്ട് 20 തൊട്ട് 15 ml അത്ര ആവണം. അവിടെ എന്ത് ചെയ്യണം? കൂൾ ചെയ്യാൻ വയ്ക്കുക. കൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം? 50 ml ബോളി വട്ടി ഫ്ലാസ്ക് എടുക്കുക. ആ ചെറിയ ഫ്ലാസ്കില്ലേ അതിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? 10 ml എന്താ ആഡ് ചെയ്യണം? അമോണിയം അസിഡ് ബഫർ ആഡ് ചെയ്യണം. പിന്നെ എന്താ ആഡ് ചെയ്യണം? 2 ml പിന്നെ അതുപോലെ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും 15 മിനിറ്റ് വെറുതെ വയ്ക്കുക. അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ സ്പെക്ട്രോമീറ്ററിൽ പോയിട്ട് അബ്സോർബ് ചെയ്യുക കേട്ടോ. ഇത് നോക്കി നോട്ടോ. ഈ ലെവൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, 2 പേരോട് നിന്നോ. ബ്രാൻഡുകാരും സോ ഈ വോളിയം റെഡ്യൂസ് ചെയ്തിട്ട് ഈ 20യുടെ താഴത്തേക്ക് എത്തണ വരെ വെയിറ്റ് ചെയ്യണം.